ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് അഹങ്കരിക്കുന്നവരാണ് നാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായ സ്വകാര്യ അഹങ്കാരത്തിന് കനത്ത ആഘാതമേൽക്കുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. സമ്മതിദായകരെ പണം നൽകി സ്വാധീനിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെയും കൂറുമാറുന്ന ജനപ്രതിനിധികളുടെയും കുതിരക്കച്ചവടത്തിന്റെയും വാർത്തകൾ പുതുമയല്ലാതായിരിക്കുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ ജനാധിപത്യ ഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും BJP അധികാരത്തിലെത്തിയതിനു ശേഷം ശക്തമായി. തിരഞ്ഞെടുപ്പുകളിൽ അനിയന്ത്രിത പണക്കൊഴുപ്പ് തടയണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിലിരിക്കുകയാണ്. ഹർജിയിൽ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിഞ്ഞ മാസം നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ പണക്കൊഴുപ്പാണ് ഹർജിയിൽ പരാമർശിക്കുന്നതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിലയ്ക്ക് വാങ്ങി ജനഹിതം അട്ടിമറിക്കപ്പെടുന്നത് BJPയുടെ പണക്കൊഴുപ്പിൽ പുതിയ ഔന്നിത്യങ്ങളിലെത്തിയതിനാണ് നാം സാക്ഷിയാകുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കളിപ്പാവയാകുന്നതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജനാധിപത്യ ഹത്യകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ജനാധിപത്യം ജീർണിപ്പിക്കുന്നതിന്റെ തെളിവായിരിക്കുകയാണ് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയുടെ പ്രത്യേക പ്രാതിനിധ്യ സ്വഭാവത്തിലാണ് എന്നതാണ്. അതിനാൽ നിശ്ചിത എണ്ണം സ്ഥാനാർത്ഥികൾ മാത്രമേ രംഗത്തെത്താറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും രാജ്യസഭാ സീറ്റുകളിലേക്ക് എതിരില്ലാത്ത തിരഞ്ഞെടുപ്പാണ് നടക്കാറുള്ളത്. എതിരാളികൾക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മുതലെടുക്കുന്നതിനും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിനും രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി അധിക സ്ഥാനാർത്ഥികളെ നിർത്തുന്ന അപൂർവം ഉദാഹരണങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ ഈ രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു. അത് പക്ഷേ എതിരാളികളുടെ ഭിന്നത മുതലെടുക്കുന്നതിനുള്ളതല്ല, മറിച്ച് കുതിരക്കച്ചവടവും കൂറുമാറ്റവും മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ്. BJPയുടെ ഈ കുൽസിത നീക്കത്തിന്റെ ഫലമായാണ് തിങ്കളാഴ്ച ചില സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. 10 സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 2 ഒഴിവ് വരുന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് മാർച്ച് 16 തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചത്. നിയമസഭാംഗങ്ങളുടെ കണക്ക് പ്രകാരം വിവിധ പാർട്ടികൾക്കും മുന്നണികൾക്കും ജയിക്കാവുന്നവയായിരുന്നു ഈ ഒഴിവുകൾ. 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 26 രാജ്യസഭാംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പക്ഷേ BJP ചില സംസ്ഥാനങ്ങളിൽ അതിന്റെ അംഗബലം അനുസരിച്ചുള്ള അംഗങ്ങളെ മാത്രമല്ല പണം നൽകി സ്വാധീനിക്കാമെന്ന ധാരണയിൽ അധിക സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി. ഇതാണ് വോട്ടെടുപ്പിന് വഴിവെച്ചത്. ഇതിനിടയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയം തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് ഏറ്റെടുക്കേണ്ടി വന്ന സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവുമാണ്. BJP അധിക സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഈ 3 ഇടങ്ങളിലും കുതിരക്കച്ചവടത്തിന് സാധ്യതയുണ്ടെന്ന വ്യക്തമായ ധാരണയിൽ BJP മത്സരത്തിന് കളമൊരുക്കുകയായിരുന്നു. വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇത് വ്യക്തമാകുകയും ചെയ്തു. ഒഡീഷയിലെ കോൺഗ്രസ് MLA-മാർക്ക് കോടിക്കണക്കിന് രൂപ കോഴ നൽകുന്നതിനിടെ കർണാടകയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ബീഹാറിൽ കോൺഗ്രസിലെ 3 RJDയിലെ 1 MLA-മാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇവിടെ സഖ്യത്തിൽ ഇല്ലാതിരുന്ന AIMMAI പിന്തുണയുണ്ടായിട്ടും പ്രതിപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ഒഡീഷയിലും സമാന സ്ഥിതിയുണ്ടായി. ഇതിലൂടെ സ്വാഭാവികമായി ലഭിക്കാവുന്നതിനേക്കാൾ 2 സീറ്റ് അധികമായി നേടാൻ BJPക്കായി. ഹരിയാനയിൽ നഗ്നമായ ജനാധിപത്യ ഹത്യയ്ക്കാണ് BJP ശ്രമിച്ചത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വോട്ടുകൾ അസാധുവാക്കിയും കോൺഗ്രസുകാരെ വിലക്കെടുത്തും ഒഴിവുള്ള 2 സീറ്റിലും ജയിക്കുകയെന്ന തന്ത്രം പക്ഷേ ഇവിടെ പാളി. പക്ഷേ ഇത്തരം ജനാധിപത്യ ഹത്യ നടക്കുമ്പോൾ BJP മാത്രമല്ല പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടത്. കൂറുമാറ്റവും കുതിരക്കച്ചവടവും തുടങ്ങിവെക്കുകയും ഇപ്പോൾ അതിന്റെ പണഭോക്താക്കളാകുകയും ചെയ്ത കോൺഗ്രസ് കൂടിയാണ്. തങ്ങളെ തിരഞ്ഞെടുത്തയച്ച സമ്മതിദായകരെ വഞ്ചിച്ചുകൊണ്ട് BJPയുടെ ചാക്കിലേക്ക് കയറുന്നതിൽ ഭൂരിപക്ഷവും കോൺഗ്രസുകാരാണ്. ബീഹാറിലും ഒഡീഷയിലും ഹരിയാനയിലും കണക്കുകളിൽ അവർ തന്നെയാണ് മുന്നിൽ. അതിനർത്ഥം BJPയുടെ പണം വാങ്ങി വോട്ട് മറിക്കാൻ സന്നദ്ധമാണ് എന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്നത് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് സ്വയം അടിവരയിടുക കൂടിയാണ്. ജനാധിപത്യത്തെ ഇത്രമേൽ നഗ്നമായി കൊല ചെയ്യുക എന്നത് ഇന്ത്യയുടെ സൽപ്പേരിന് കൂടിയാണ് കളങ്കമേൽപ്പിക്കുന്നത്.